നെക്സ്റ്റ് ചില അക്കൗണ്ടിങ് ടേംസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഈ കൺസെപ്റ്റിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് ചെയ്യുക. ഓക്കെ, ഇതറിയാണ്ട് നമ്മൾ ജസ്റ്റ് ജേണൽ എൻട്രി ഇതൊന്നും പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നല്ല, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഇപ്പോൾ എയ്സർ അക്കാദമി, സപ്പോസ് എയ്സർ അക്കാദമിയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്നത് ഞാനാണ്, സൈജലാണ്. ഓക്കെ, എയ്സർ അക്കാദമിയുടെ ഓണർ സൈജലാണ്. പക്ഷേ ഇഫ് യു ആർ ആൻ അക്കൗണ്ടന്റ് ഓഫ് എയ്സർ അക്കാദമി, യു ഷുഡ് ട്രീറ്റ് me as an individual person and Acer Academy as a individual person. Means what? നിങ്ങൾ എയ്സർ അക്കാദമിയെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടും അതിൻ്റെ ഓണറിനെ സെപ്പറേറ്റ് ആയിട്ടും തന്നെ നിങ്ങൾ കാണണം. ഓക്കെ, എയ്സർ അക്കാദമിയുടെ ഫുള്ള് ക്യാഷ് ഇറക്കുന്നത് ഞാനാണ്, ലാഭം എനിക്കാണ്, ഒക്കെ ഓക്കെ. എന്നാലും ആസ് എ അക്കൗണ്ടൻറ്റിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ, ഓക്കെ, അക്കൗണ്ടൻറ്റിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ എയ്സർ അക്കാദമി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്, അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാം. രണ്ടിന് രണ്ടായിട്ട് തന്നെ കാണണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഷോപ്പിലെ അക്കൗണ്ടൻ്റ് ആണ്. ഓക്കെ, ആ ഷോപ്പിൽ ഓണർ വരുന്നുണ്ട്. ഓണർ വന്നുകൊണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, 50,000. അതിലൊരു 10,000 തന്നെ എനിക്ക് ചെറിയ ആവശ്യമുണ്ട് വീട്ടിൽ, ആ 10,000 എടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങളത് റെക്കോർഡ് ചെയ്യണോ വേണ്ടേ? ആ ബിസിനസ് ഓണറുടെ പൈസ തന്നെ അല്ലേ അത്, ബിസിനസ് ഓണർ തന്നെ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ റെക്കോർഡ് ചെയ്യണോ? വേണം. എന്തുകൊണ്ടാ? ഓണർ ഈസ് ഡിഫറെൻറ്റ്, ബിസിനസ് ഈസ് ഡിഫറെൻറ്റ്. ഓണർ ക്യാഷ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ആ ബിസിനസ്സിന്ന് നിങ്ങൾ ആരുടെ അക്കൗണ്ടൻ്റ് ആണ്? നിങ്ങൾ ഓണറുടെ അക്കൗണ്ടൻ്റ് ആണോ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണോ? നിങ്ങൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണ്. സോ ബിസിനസ്സും ഒരു ഔട്ട്സൈഡറും എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ബിസിനസ്സിനെയും ഓണറിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം. ഇപ്പോൾ ഒരു സപ്ലയർ ഉണ്ട്, ഒരു ബിസിനസ് ഉണ്ട്, ഒരു സപ്ലയർ ഉണ്ട്. ഇവർ രണ്ടാളെയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുക? ബിസിനസ് വേറെ, സപ്ലയർ വേറെ ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുക? അതേപോലെ തന്നെ ബിസിനസ് വേറെ ആയിട്ടും നിങ്ങൾ ഓണർ വേറെ ആയിട്ടും തന്നെ ട്രീറ്റ് ചെയ്യണം. ഓണറും ബിസിനസ്സും തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഇല്ലേ, അതെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ബിസിനസ്, ഇപ്പം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളാണ് എൻ്റെ അക്കൗണ്ടൻറ്റ്. ഞാൻ എന്ത് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആദ്യം തന്നെ എൻ്റെ ഒരു 1,00,000 രൂപ കൊണ്ടുവന്ന് തരികയാണ്, ബിസിനസ്സിലോട്ട് വെച്ചു, ഒന്നും ചെയ്തിട്ടില്ല. ആ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യണം? ആ ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഞാനൊരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്, എൻ്റെ ഓണർ ഞാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആസ് എ അക്കൗണ്ടൻറ്റ് നിങ്ങളെ സംബന്ധിച്ച് ഞാനൊരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്, ബിസിനസ് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്, നിങ്ങൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ബിസിനസ്സിലോട്ട് ഒരു 1 lakh കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളത് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള ഓക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇനി ആ 1 lakh കൊണ്ടുവന്നു, ഞാൻ പറഞ്ഞു 1 lakh ഇപ്പോൾ എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട്, നിങ്ങളതിന്നൊരു 5,000 ഇങ്ങോട്ട് തായോ, അതും നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റൈൽസ് ആണെന്ന് വെച്ചോളൂ, ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്, ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണ് നിങ്ങൾ. ഒരു ഓണം വരികയാണ്, ഓണത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, അവിടുന്ന് ഡ്രസ്സ് എടുക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് എടുക്കുകയാണ്. നിങ്ങളതെന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഞാൻ പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ എൻ്റെ സ്റ്റോക്ക് എടുക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് റെക്കോർഡ് ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണത് ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓണറെ സെപ്പറേറ്റ് ആയിട്ടും എൻറ്റിറ്റിയെ സെപ്പറേറ്റ് ആയിട്ടും തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണർ ആർ ടു ബി ട്രീറ്റഡ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ്ലി ഫ്രം ദി പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് owners. Then any transaction between owner and
ബിസിനസ് ആർ റെക്കോർഡഡ് സെപ്പറേറ്റ് ആൻഡ് ട്രീറ്റഡ് ഡീലിംഗ് വിത്ത് എക്സ്റ്റേണൽ പാർട്ടി. ഒരു എക്സ്റ്റേണൽ പാർട്ടി ആയിട്ട് ബിസിനസ്സിൽ ഇല്ലാത്തൊരു പാർട്ടി ആയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓണറും ബിസിനസ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻസും എൻ്റർ ചെയ്യണം. സോ ഓണർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്തു, ഓണർ ബിസിനസ്സിൽ നിന്ന് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തു, അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഓണർ ബിസിനസ്സിലോട്ട് എന്തെങ്കിലും അസറ്റ് കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട്, ഇത് ഇനി ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അസറ്റ് കൊണ്ടുവന്നതായിട്ട് റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ അസറ്റ് എന്തെങ്കിലും കൊണ്ടുപോയി, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്തെങ്കിലും ഓണർ എടുത്തുകൊണ്ട് പോയി, അതെല്ലാം ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത്, അതേപോലെ എല്ലാതും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ക്ലിയർ? ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഒന്നുമില്ല, ബിസിനസ്സിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടും അതിൻ്റെ ഓണറെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. നിങ്ങളെപ്പോഴും ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ വെക്കുക. ക്ലിയർ? റൈറ്റ്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കുഴപ്പമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി ഇവന്റ് ആൻഡ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ഇൻക്ലൂഡഡ് ഇൻ ദി അക്കൗണ്ടിങ് റെക്കോർഡ്സ്. നമ്മൾ മോണിറ്ററി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധനങ്ങൾ വിറ്റു, അതിൻ്റെ പൈസ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ എക്സ്പെൻസുകൾക്ക് പൈസ കൊടുത്തു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. പക്ഷേ ചില ട്രാൻസാക്ഷൻ, ചില ഇവൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മോണിറ്ററി ടേംസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എംപ്ലോയി സ്കില്ല്. ഇപ്പം നമ്മുടെ എയ്സ്ഡ് അക്കാദമിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണ്. ഒന്ന് സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് ഫാക്കൽറ്റീസ് ആണ്. ഈ നല്ല കാലിബർ ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള, പഠിപ്പിക്കാൻ അറിയുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് എയ്സ്ഡ് അക്കാദമിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വാല്യൂ ഉള്ളൊരു സംഭവമല്ലേ. പക്ഷേ എത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്റ്റാഫ് ഉണ്ട്, അതാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അസറ്റ്. പക്ഷെ അത് എത്ര രൂപയുടെ വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണക്കൂട്ടാൻ കഴിയുമോ? പറ്റില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എംപ്ലോയീസിൻ്റെ സ്കില്ല്, നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, അതന്നെ അവരൊരു അത് വാല്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോണിറ്ററി ആയിട്ട് പൈസയിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, അത് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യില്ല. മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ട്രീറ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ സ്കില്ല് പറഞ്ഞപ്പോൾ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി, ബ്രാൻഡിൻ്റെ ഇമേജ്. ഇപ്പോൾ എയ്സ്ഡ് അക്കാദമി, എയ്സ്ഡ് കൺസൾട്ടൻസ് ഉണ്ട്, നമ്മൾ കൺസൾട്ടിങ് ഫേം ഉണ്ട്, നമുക്ക് മോർ ദാൻ 10 years ആയി. ഇപ്പം മാർക്കറ്റിൽ എന്തുണ്ട്, നമുക്കൊരു ഓഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എയ്സ്ഡ് കൺസൾട്ടൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആയിട്ടാണ് ഒരു ജോബിന് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ, അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് എത്ര രൂപയുടെ വാല്യൂ ഉണ്ട് അതിന്, ആ ഇമേജിന് എത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനെന്ത് വരില്ല, അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മളിവിടുന്ന് കുറേ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുണ്ട്, ഈ സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും ഹാപ്പിയാണ്, പ്ലേസ്ഡ് ആണ്. അപ്പോൾ അതന്നെയാണ് ഈ ഒരു എയ്സ്ഡ് അക്കാദമിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ അത് എത്ര രൂപക്കുള്ള വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ്ങിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പറയുന്നത്. സോ നമ്മൾ 2 കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ്സിന് വേറെ ആയിട്ടും അതിൻ്റെ ഓണറെ നമ്മൾ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ മോണിറ്ററി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്രയോ വർഷമായി എല്ലാവർക്കും അറിയുന്നൊരു ഇമേജാണ് അല്ലേ. അവരെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഇമേജ്, ആ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. പക്ഷെ അത് എത്ര രൂപക്ക് എന്നുള്ളത് അവർക്ക് വാല്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു അസറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ്ങിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ.
നെക്സ്റ്റ് ആണ് എന്ത്, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ഓഫ് എ should be reported over a specific and consistent interval of time. This allows for the clear measurement of financial results and comparison across the different. This period is usually defined as a fiscal year. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലേ. പാരം ബിസിനസ് തുടങ്ങുമ്പോൾ എന്താ അടുത്ത ഒരു മാസത്തിന് ഞാൻ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത ഒരു കൊല്ലത്തിന് ഞാൻ ബിസിനസ് ചെയ്യുന്നു, അങ്ങനെയാണോ? ഇനി നമ്മളൊരു പെർട്ടിക്കുലർ പീരിയഡിൽ ലാഭവും നഷ്ടമൊക്കെ നമ്മൾ കണക്കാക്കുക എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് തുടങ്ങി അത് പൂട്ടുമ്പോൾ മാത്രമാണോ നമുക്ക് ലാഭവും നഷ്ടവും കണക്കാക്കാൻ പറ്റുക? അല്ലേ. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ പൂട്ടുമ്പോഴാണോ നമ്മൾ കണക്കാക്കുക? അല്ല. നമ്മളൊരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ പൊസിഷൻ, ഈ ബിസിനസ് എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, എത്രത്തോളം ലാഭകരമാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ വേണം എന്ത് ചെയ്യാൻ. ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ വേണം നമ്മൾ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറയാം. നോർമലി 1 ഇയറിൽ ആയിരിക്കും എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ 1 ഇയറിൻ്റെ ഒക്കെ ആയിരിക്കും ചെയ്യുക. ആനുവലി എല്ലാ ബിസിനസ്സും ഇയർലി മാത്രമല്ല ഫിനാൻഷ്യൽസ്, മന്ത്ലി പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽസ് ഉണ്ടാവും, ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ, സെമി ആനുവലി എല്ലാ 6 മാസത്തിലും പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽസ് എല്ലാം ഉണ്ടാവും. ഓക്കെ. സോ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഒക്കെ നമ്മൾ കണക്കാക്കുക, അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ആയിരിക്കും. അപ്പം മാത്രമല്ല നമുക്ക് കമ്പാരിസണും, ഇപ്പം ഈ വർഷത്തെ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പാരിസൺ പോസിബിൾ ആവും. അതാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. Historical cost principle. Assets should be recorded and reported at their original purchase cost rather than their current market value. ഇപ്പോൾ ഈ അസറ്റ്സ് പറഞ്ഞാൽ എന്താ, ലൈക്ക് വാല്യൂ ഉള്ളത്. ഓക്കെ. ഈ അസറ്റ്സ് എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത് അതിന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. Book of account their purchase price such included cost of acquisition, transportation, installation. ഓക്കെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൂടെ പഠിക്കും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നൊരു ലാൻഡ് വാങ്ങുകയാണ്. ഓക്കെ. നമ്മളൊരു ലാൻഡ് വാങ്ങി, ആ ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. 10 ലക്ഷം രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാൻഡ് വാങ്ങുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു ഏപ്രിൽ 1-ാം തീയതിയാണ് നമ്മൾ ലാൻഡ് വാങ്ങിയത്. ഓക്കെ. ഏപ്രിൽ 1, 2026 നമ്മൾ എന്ത് ചെയ്തു, ലാൻഡ് വാങ്ങി. ഇനി ഈ ലാൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യുക. ഈ ലാൻഡ് ഒരു വർഷം കഴിഞ്ഞു. ഓക്കെ. 31/3/2027 നമ്മൾ നമ്മളെ ബുക്സ് ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ. നമ്മുടെ ലാഭം നഷ്ടമൊക്കെ കണക്കാക്കുകയാണ്. അപ്പോൾ ഈ ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടിയിട്ടുണ്ടാവുമോ കുറഞ്ഞിട്ടുണ്ടാവുമോ? സ്വാഭാവികമായിട്ടും ലാൻഡിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവും അല്ലേ. 10 ലക്ഷം രൂപ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ലാൻഡിൻ്റെ വാല്യൂ ഒരു വർഷം കഴിയുമ്പോൾ മേ ബി ഒരു 11 ലക്ഷം രൂപ ആയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഏതിലാണ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. അസറ്റ്സുകളെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ, പാസ്റ്റ്, അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ അസറ്റ് വാങ്ങി, 1 ഏപ്രിലിന് നമ്മൾ അസറ്റ് വാങ്ങി. 1 ഏപ്രിലിന് അസറ്റ് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 10 ലക്ഷം രൂപക്ക് റെക്കോർഡ് ചെയ്തു. ഓക്കെ. 10 ലാഖിന് നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വർഷം കഴിഞ്ഞു. അടുത്ത വർഷം നമ്മൾ ഇത് എത്രക്ക് റെക്കോർഡ് ചെയ്യുക, 11 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും മാർക്കറ്റ് വാല്യൂ. 11 ലക്ഷം രൂപക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? നെവർ. 11 ലക്ഷം രൂപക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 2 വർഷം കൂടി കഴിഞ്ഞു, അതെന്തായി, 12 ലക്ഷം റുപ്യായി ലാൻഡിന്റെ വില. നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? 10 വർഷം കഴിഞ്ഞു, 10 ലക്ഷം രൂപക്ക് നമ്മൾ വാങ്ങിയ ലാൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയായി. നമുക്ക് 15 ലക്ഷം രൂപക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് എപ്പോഴും വാങ്ങിയ വിലയെ തന്നെയാണ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക.
ഓക്കെ, നമ്മൾ എപ്പോഴും വാങ്ങിയ വിലയിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത് അസറ്റ്സ്. ഓക്കെ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. എല്ലാ വർഷവും അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ട് വെച്ചിട്ട് നമ്മൾ വാല്യൂ ഇങ്ങനെ എന്ത് ചെയ്യരുത്, കൂട്ടാൻ പാടില്ല. മാർക്കറ്റ് വാല്യൂ ഇല്ല, അസറ്റ് എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിൻ്റെ കൂടെ, അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂയുടെ കൂടെ കോസ്റ്റ് ഓഫ് അക്വസിഷനും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, ആ അസറ്റ് അതിൻ്റെ യൂസിന് റെഡി ആവുന്നത് വരെയുള്ള കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിൻ്റെ വാല്യൂവിൽ ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ലാൻഡ് വാങ്ങി, 10 ലക്ഷം റുപ്യേൻ്റെ ലാൻഡാണ് വാങ്ങിയത്. ഈ ലാൻഡിൻ്റെ ഈ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട്, ആധാരം, എഴുത്ത്, അങ്ങനത്തെ ഉള്ള പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടാവില്ലേ, ആ പേപ്പർ വർക്കിനൊക്കെ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപക്കാണ് ലാൻഡ് വാങ്ങിയത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഒരു 50,000 രൂപ, ഒരു 50K നമ്മൾ എന്തിന് ചിലവാക്കി, ഇതിൻ്റെ സ്റ്റാമ്പ് പേപ്പർ, ടാക്സ് അടക്കാനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കി. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴും ആ ലാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,50,000 എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഒരു അസറ്റ് വാങ്ങുമ്പോൾ ആ അസറ്റ് അതിൻ്റെ യൂസിന് എന്താണോ അതിൻ്റെ പർപ്പസ്, അത് റെഡി ആവുന്നത് വരെയുള്ള കോസ്റ്റുകളൊക്കെ അത് എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ്, ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി, പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങി. ലാപ്ടോപ്പ് ബെയർ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൽ എന്തില്ല, ഒന്നുമില്ല. ദാറ്റ് മീൻസ് OS വിൻഡോസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഒരു സോഫ്റ്റ്വെയറും ഇല്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് ലാപ്ടോപ്പിന് നമുക്ക് എന്തായി, ഒരു 30,000 രൂപയായി. ഓക്കെ, 30,000 രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാപ്ടോപ്പ് വാങ്ങുന്നത്. ഈ ലാപ്ടോപ്പിൽ ഒരു ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണ്ടേ, അതിലൊരു OSഉം അതിൻ്റെ ഒരു എക്സലും ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയിട്ട് എനിക്ക് എന്തായി, ഒരു 2,000 രൂപ കൂടി ആയി. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു ഡെലിവറി ചാർജ് ഉണ്ട്, ആ സാധനം ഇവിടെ കൊണ്ടുവന്നൊക്കെ തരാനും വേണ്ടിയിട്ട് ഒരു 1,000 രൂപ എക്സാമ്പിൾ. ഓക്കെ, 1,000 രൂപ അതുമായി. നിങ്ങൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യാണ് ഈ അസറ്റ്, എത്ര രൂപക്ക് നിങ്ങൾ ഇത് bookiൽ റെക്കോർഡ് ചെയ്യണം? 30,000 റെക്കോർഡ് ചെയ്യണോ, 32,000 റെക്കോർഡ് ചെയ്യണോ, 33,000 റെക്കോർഡ് ചെയ്യണോ? നിങ്ങൾ ഇത് എപ്പോഴും എന്തായിരിക്കണം? 33,000 റെക്കോർഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് 33,000 റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത്? ആ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്ടോപ്പ്. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസിന് റെഡി ആവണമെങ്കിൽ എന്ത് വേണം? അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, സാധനം വഴി ഡെലിവറി ഒക്കെ ചെയ്യണ്ടേ? അതുവരെയുള്ള കോസ്റ്റ്, യൂസിന് റെഡി ആവുന്നത് വരെയുള്ള കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യണം? ആ അസറ്റിൻ്റെ വാല്യൂവിൽ ആഡ് ചെയ്യണം. ഓക്കെ, അസറ്റിൻ്റെ വാല്യൂവിൽ ആഡ് ചെയ്യണം. ഇനി ഈ അസറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി, ഒക്കെ റെഡിയാണ്. യൂസ് ചെയ്ത് തുടങ്ങുമ്പം എൻ്റെ അടുത്ത് നിന്ന് എന്തായി? ഒന്ന് വീണ് നാശമായി, ഇനി റിപ്പയർ ചെയ്യണം. ഓക്കെ, റിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് ഞാനൊരു 3,000 രൂപ കൊടുത്തു. അത് ഈ അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണോ? വേണ്ട. എന്തുകൊണ്ടാ? യൂസിനൊക്കെ റെഡി ആവുന്നത് വരെയുള്ള മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ അസറ്റിൻ്റെ വാല്യൂവിൽ ആഡ് ചെയ്യുള്ളൂ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അസറ്റ്സ് ആർ റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് കോസ്റ്റ് rather than current market value. മാർക്കറ്റ് വാല്യൂവിലല്ല നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. എന്താണോ അതിന് വന്നിട്ടുള്ള കോസ്റ്റ്, ആ കോസ്റ്റിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. മാർക്കറ്റ് വാല്യൂവിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? അസറ്റ് റെക്കോർഡ് ചെയ്യരുത്. അതേപോലെ തന്നെ ആ അസറ്റ് അതിന് യൂസിന് റെഡി ആവുന്നത് വരെയുള്ള കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. ഓക്കെ, സോ നമ്മൾ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തു? ഏതൊക്കെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തു, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു, ദെൻ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു, മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. മേജർ കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു.